അസ്സലാമലൈക്കും. എല്ലാവർക്കും പാത്തൂസ് ടേസ്റ്റി കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ചെറുപയർ കൊണ്ട് കറുമുറ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു 4 മണി പലഹാരമാണ് ഇന്ന് തയ്യാറാക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്സ് ആണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനു മുന്നേ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഒരു 3 മണിക്കൂർ മുമ്പ് ചെറുപയർ പൊതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം നന്നായിട്ട് പൊതിർന്നിട്ടുണ്ട്. നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ വാർത്തെടുത്ത ചെറുപയറാണിത്. ഇനി ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൽ വെള്ളമൊന്നും ചേർക്കാതെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ചെറുപയർ പൊതിർന്നുകൊണ്ട് പെട്ടെന്ന് തന്നെ അരച്ചെടുക്കാൻ പറ്റും. ഇപ്പം നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഒരു മീഡിയം സൈസ് ഉള്ളി നീളത്തിൽ അരിഞ്ഞത്, 3 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, 3-4 അല്ലി വെളുത്തുള്ളി ചതച്ചത്, കറിവേപ്പില എന്നിവ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം നമുക്ക് അരച്ചു വെച്ച ചെറുപയറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് എന്നിവ ഇട്ടതിന് ശേഷം കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. വെള്ളമൊന്നും ചേർക്കാതെ നന്നായിട്ടൊന്ന് കൈകൊണ്ട് കുഴച്ചെടുത്താൽ മതി. ഇപ്പം നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചുട്ടെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂട്ടിൽ നിന്നും ഇതുപോലെ കുറച്ചെടുത്ത് എണ്ണയിൽ ഇട്ട് കൊടുക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് പൊരിച്ചെടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. ഉള്ളും പുറവും ശരിയായിട്ട് വെന്ത് കിട്ടണമെങ്കിൽ ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം പൊരിച്ചെടുക്കാൻ. ഒരു വശം നന്നായിട്ട് പൊരിഞ്ഞതിന് ശേഷം ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ തിരിച്ചും മറിച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കാം. നല്ലൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഉള്ളും പുറമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇത് കോരി മാറ്റാം. അപ്പോൾ മുഴുവനും കോരി മാറ്റിയതിന് ശേഷം ബാക്കിയുള്ളതും ഇതുപോലെ ഒന്ന് ചുട്ടെടുക്കണം. നിങ്ങൾ ഈ വീഡിയോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു 4 മണി പലഹാരമാണിത്. നല്ല ടേസ്റ്റാണ്. നല്ല കറുമുറ കഴിക്കാൻ പറ്റിയ നല്ലൊരു ചായക്കടിയാണിത്. അപ്പം നിങ്ങൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം കമൻറ്റ്സ് അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.